വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മിഡിൽ വെയർ ആണ്. അതായത് ലോഗിൻ ചെയ്യാത്ത സമയത്ത് നമുക്ക് ഡാറ്റ പോലും കിട്ടുന്നില്ല. ഓൾറെഡി ഡാറ്റ ഉണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു യൂസർ ഇല്ലാത്തത് കൊണ്ട്. അപ്പോ യൂസർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എം ടി പാസ് ചെയ്യും. എം ടി പാസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡാറ്റ ഇല്ല. അതാണ് ഇവിടെ എറർ ഒന്നും അടിക്കാത്തത്. പക്ഷെ ആഡ് ചെയ്യുമ്പോൾ എററും കിട്ടും. നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ലോഗിൻ ചെക്ക് കൂടെ ചെയ്യണം. അത് നമുക്ക് മിഡിൽ വെയർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എന്താണ് നോഡ് ജെയ്സ് അല്ലെങ്കിൽ എക്സ്പ്രസ്സിലുള്ള മിഡിൽ വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ, നമുക്കൊരു ഫംഗ്ഷൻ പാസ് ചെയ്തിട്ട് നോഡ് ജെയ്സിന്റെ റിക്വസ്റ്റോ അല്ലെങ്കിൽ റെസ്പോൺസോ നമുക്ക് ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതാണ് മിഡിൽ വെയർ എന്ന് പറയുന്നത്. അതായത് ആപ്പ് ഡോട്ട് ജെയ്സിൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് മിഡിൽ വെയർസ് ആണ്. മെത്തേഡ് ഓവർറൈഡ്, അതൊക്കെ മിഡിൽ വെയർസ് ആണ്. അതൊക്കെയാണ് നമ്മളെ റിക്വസ്റ്റിനെ റെസ്പോൺസിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇത് റിക്വസ്റ്റിനെ മോഡിഫൈ ചെയ്താണ്, ഇതൊക്കെ റിക്വസ്റ്റിനെ മോഡിഫൈ ചെയ്താണ്. അതുപോലെ റെസ്പോൺസിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ ഇതൊക്കെ തേർഡ് പാർട്ടി മിഡിൽ വെയർസ് ആണ്. അതുപോലെ നമുക്ക് കസ്റ്റം ആയിട്ട് മിഡിൽ വെയർസ് എഴുതാൻ പറ്റും. മിഡിൽ വെയർസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ, നമ്മളെ റൗട്ട് ഉണ്ടല്ലോ, റൗട്ട് ഒരു മിഡിൽ വെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആ റൗട്ടിന്റെ മുമ്പ്, അതായത് ഒരു പേജിലേക്ക് പോകുന്നതിന് മുമ്പ് അയാൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനുള്ള മിഡിൽ വെയർസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എല്ലാ ഫോൾഡേഴ്സിലും ഫയൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ ബാക്കിയുള്ളത് മിഡിൽ വെയർസിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മിഡിൽ വെയർസിൽ വന്നിട്ട് ഓത്ത് മിഡിൽ വെയർ ഡോട്ട് ജെഎസ് എന്നൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ ഡോട്ട് എക്സ്പോർട്ട്സ് ഈക്വൽ ടു റിക്വസ്റ്റും അതിലേക്ക് മിഡിൽ വെയറും കിട്ടുന്നതാണ് റിക്വസ്റ്റ്, റെസ്പോൺസും പിന്നെ നെക്സ്റ്റും. അതായത് നമുക്കൊരു റിക്വസ്റ്റ് വരുമ്പോൾ ആദ്യം തന്നെ നമ്മളെ കയ്യിലേക്ക് ആ റിക്വസ്റ്റ് തരും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ എന്തെങ്കിലും പ്രോസസ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റിലും റെസ്പോൺസിലും വേണ്ടതൊക്കെ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കണം. ഇതൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ റിക്വസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ്. റിക്വസ്റ്റിൽ സെഷന് ഇല്ലെങ്കിൽ ഓർ റിക്വസ്റ്റ് ഡോട്ട് സെഷൻ ഡോട്ട് യൂസർ ഐ ഡി, സെഷനിൽ യൂസർ ഐ ഡി ഇല്ലെങ്കിൽ, ഒന്നുകിൽ സെഷനേ ഇല്ല അല്ലെങ്കിൽ റിക്വസ്റ്റിന്റെ സെഷനിൽ യൂസർ ഐ ഡി ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റിട്ടേൺ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് സ്ലാഷ് ഓത് സ്ലാഷ് ലോഗിൻ, ലോഗിൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നെക്സ്റ്റ് വിളിക്കണം. ഇത് മറന്നു പോകരുത്. ഇത് മറന്നു പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇപ്പൊ തൽക്കാലം കമന്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാൻ ആ ഒരു ഓത് മിഡിൽ വെയർ എക്സ്പോർട്ട് ചെയ്യാൻ ഇൻഡെക്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് യൂസ് ചെയ്യേണ്ടത് റൗട്ടിൽ വന്നിട്ട്, അതായത് നമ്മൾക്ക് എക്സ്പെൻസിന്റെ റൗട്ടിലല്ല വേണ്ടത്, എക്സ്പെൻസിന്റെ ഡാഷ്ബോർഡിൽ വേണം. എക്സ്പെൻസ് റൗട്ടിൽ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. നമ്മൾ ആക്ച്വൽ ഫംഗ്ഷൻ വിളിക്കുന്നതിന്റെ മുമ്പായിട്ട് ഇതിൽ എത്ര വേണമെങ്കിലും മിഡിൽ വെയർസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് റിക്വയർ ചെയ്യാം. ഓക്കെ, ഓത്ത് മിഡിൽ വെയർ. അപ്പൊ ഇവിടെ ഓത്ത് മിഡിൽ വെയർ ഡോട്ട്, അപ്പൊ ഓത്ത് മിഡിൽ വെയർ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി എക്സ്പെൻസ് ലിസ്റ്റിംഗ് അടുത്തും കൊടുക്കാം. റീഫ്രഷ് ചെയ്തു. റീഫ്രഷ് ചെയ്തപ്പോ റീഡയറക്ട് ചെയ്ത് ലോഗിൻ പേജിലേക്ക് പോയിട്ടുണ്ട്. അപ്പോ ലോഗിൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്ത് പോയത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യം ആ ഒരു റൗട്ട് വിളിക്കുമ്പോൾ, എക്സ്പെൻസിന്റെ റൗട്ട് വിളിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്ത് ഈ ഫംഗ്ഷനിലേക്ക് പോയി. അതായത് ഈ റൗട്ടിൽ വിളിച്ച് ആദ്യം ഈ ഫംഗ്ഷനിലേക്ക് പോയി. ഈ ഫംഗ്ഷൻ ചെക്ക് ചെയ്തു, സെഷൻ ഉണ്ടോ ഇല്ല എന്നുണ്ടപ്പോ റീഡയറക്ട് ചെയ്തു. ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അടുത്ത ഫംഗ്ഷൻ നമ്മൾ എന്താണ് റൗട്ടിൽ കൊടുത്തത്? ഇതാണ് ഗെറ്റ് എക്സ്പെൻസസ്, അതിലേക്ക് പോകണം. അപ്പൊ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ലോഗിൻ ചെയ്തു, എക്സ്പെൻസ് ക്ലിക്ക് ചെയ്തു. എക്സ്പെൻസ് ക്ലിക്ക് ചെയ്തപ്പോൾ കാണാൻ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരിക്കലും അത് റിസോൾവ് ആവില്ല. കാരണം എന്താണ്? നമ്മളിവിടെ നെക്സ്റ്റ് വിളിക്കാൻ വിട്ടുപോയി. എപ്പോഴും കസ്റ്റം റൗട്ട് ഉണ്ടാകുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് ആണത്. നെക്സ്റ്റ് ഫംഗ്ഷൻ വിളിക്കില്ല. അപ്പൊ നെക്സ്റ്റ് ഫംഗ്ഷൻ വിളിച്ചാൽ അടുത്ത ഫംഗ്ഷനിലേക്ക് അത് പോവുള്ളൂ, അവിടുന്ന് അത് റിട്ടേൺ ചെയ്യുള്ളൂ. ലോഗിൻ ചെയ്തു ഒന്നുകൂടെ എക്സ്പെൻസിലേക്ക് പോയി. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ വർക്കായി. അപ്പൊ അങ്ങനെയാണ് നമ്മള് കസ്റ്റം മിഡിൽ വെയർ എഴുതുന്നതും ഉപയോഗിക്കുന്നതും. ഇനി ഇങ്ങനെ കസ്റ്റം മിഡിൽ വെയർ ഉപയോഗിച്ചു. നമ്മൾ നേരത്തെ എക്സ്പെൻസ് കൺട്രോളറിൽ വന്നു കഴിഞ്ഞാല്, എക്സ്പെൻസ് കൺട്രോളറിൽ ഗെറ്റ് എക്സ്പെൻസസ്, ആഡ് എക്സ്പെൻസ്, എഡിറ്റ് എക്സ്പെൻസ്, എഡിറ്റ് എക്സ്പെൻസിൽ ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് യൂസർ ഐ ഡിയും കൂടെ പാസ് ചെയ്യാം. അത് ഇവിടുന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ യൂസർ ഐ ഡിയും കൂടെ പാസ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാം ഫംഗ്ഷൻ. നിങ്ങൾക്ക് ആ യൂസറിന്റെ ആണെന്ന് കൂടെ ചെക്ക് ചെയ്യാം. എന്നിട്ട് ആ രീതിയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതായത് ഒരു ഐഡിയൽ ഒരു
ഒരു കമ്പനിക്ക് ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. ഒരു കമ്പനിക്കൊക്കെ വലിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൽ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ അതേ സെയിം രീതിയിൽ തന്നെ നമ്മൾ കോഡൊക്കെ ചെയ്ത് ഫയൽ സ്ട്രക്ചറും എല്ലാം നമ്മൾ സ്ട്രക്ചർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഒരു റിയൽ ടൈം പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ സിമ്പിൾ ഒരു കറക്ഷനും കൂടെ AppJS-ൽ നമുക്ക് എറർ വരുന്നുണ്ട്. DI_name ഡയറക്ടറി നെയിമിനും പാത്ത് അല്ലെങ്കിൽ പ്രോസസ് അതിനൊക്കെ കുറച്ച് എറേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ESLint നമ്മളെ കോൺഫിഗിൽ വന്നിട്ട് ആദ്യത്തെ ഒബ്ജക്റ്റ് ലാംഗ്വേജ് ഓപ്ഷനിൽ സോഴ്സ് ടൈപ്പ് കോമൺ JS അവിടെ ഗ്ലോബൽസ് എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽസ് ഡോട്ട് നോഡ് എന്ന് കൂടെ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലോബൽസ് അതായത് ഗ്ലോബൽ വേരിയബിൾസ് Node.js-ന്റെ ഗ്ലോബൽ വേരിയബിൾസ് ആണ് ഇതൊക്കെ. അത് ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ കൊടുത്താൽ ആ എററും കൂടെ പോകും.